നമ്മൾ 1.5 വർഷം കൊണ്ട് ഹാഫിലിങ്ങൾ ഇറക്കാൻ ഓരോ സ്ഥാപനങ്ങൾ 1 വർഷം 2 വർഷം 3 വർഷം കൊണ്ട് ഹാഫിലിങ്ങൾ ഇറക്കാൻ. അപ്പൊ ഞാൻ ഈ പറയുന്നതൊന്നും ഹാഫിലിങ്ങൾ ഇറക്കണ്ട എന്നല്ല, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് വരെ ഇരിക്കണം എന്ന് പറഞ്ഞു. എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാക്കണം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 12 വർഷം കൊണ്ടാണ് പരിശുദ്ധമായ സൂറത്തുൽ ബഖറ മനപ്പാഠമാക്കിയത്. എന്നിട്ടോ അദ്ദേഹം പരിശുദ്ധമായ സൂറത്തുൽ ബഖറ മനപ്പാഠമാക്കിയപ്പോ അതിന്റെ പേരിൽ ആടറുത്ത് സമ്മാനം നൽകിയിട്ടുണ്ട്. ആടറുത്തിട്ട് ഇറച്ചി വിതരണം ചെയ്തു. സന്തോഷം കൊണ്ട് സൂറത്തുൽ ബഖറ മനപ്പാഠമാക്കിയ സന്തോഷം കൊണ്ട്. അതാ പറഞ്ഞത്, ഞങ്ങൾക്ക് ഖുർആൻ മനപ്പാഠമാക്കാൻ പ്രയാസമായിരുന്നു, പക്ഷെ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യാൻ ഞങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഇനി നിങ്ങൾ കേൾക്കണം, രോഗികളായ ആളുകൾ, ക്യാൻസർ രോഗികളായ ആളുകൾ, കിഡ്നിയുടെയും ഹാർട്ടിന്റെയും പ്രശ്നമുള്ള ആളുകൾ, ഷുഗറിന്റെയും പ്രഷറിന്റെയും പ്രശ്നമുള്ള രോഗബാധിതരായ ആളുകൾ ഹോസ്പിറ്റലിലേക്ക്, ഏറ്റവും മുന്തിയ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ഡോക്ടറെ കണ്ട് ഡോക്ടർ ഒരു മരുന്ന് നൽകി. മരുന്നിന്റെ ലിസ്റ്റ് നൽകി. ആ മരുന്നും ആ ലിസ്റ്റും വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ ആ രോഗിയുടെ അസുഖത്തിന് ശിഫ ലഭിക്കും. നമ്മൾ പറയണം, ആ കസേര ബാക്കിൽ വെക്കരുതേ, ഒന്ന് മുമ്പിൽ വെക്കി. കുറെ ലോങ് ആയി പോയിട്ടുണ്ട് സദസ്. ആലോചിക്കണം, നമ്മളൊരു ഹോസ്പിറ്റലിൽ പോവാൻ, എന്തിന്? ക്യാൻസർ ആണ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഇങ്ങനെ ഏതെങ്കിലും ഒരു പനി ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു അസുഖം കാരണം ഹോസ്പിറ്റലിലേക്ക് പോവാൻ ഡോക്ടർ മരുന്ന് കുറിച്ചു തന്നു. ആ മരുന്നും അതിന്റെ ലിസ്റ്റും വീട്ടിൽ കൊണ്ടുപോയി നമ്മുടെ ടീപ്പോയിൽ വെച്ചാൽ ആ വ്യക്തിയുടെ അസുഖം മാറോ? നിങ്ങൾ പറയും മാറോ? ഇനി വേണ്ട. ആ ലിസ്റ്റ് അദ്ദേഹം ഇങ്ങനെ വായിക്കാൻ, ഡോക്ടർ തന്ന ലിസ്റ്റ് അങ്ങ് അദ്ദേഹം ഇങ്ങനെ വായിക്കാൻ. ഇതിൽ പാരസിറ്റമോൾ ഉണ്ട്, പെനഡോൾ ഉണ്ട്, അങ്ങനെ മറ്റു ചില കഫ് സിറപ്പ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ വായിച്ചാൽ അദ്ദേഹത്തിന്റെ രോഗം മാറോ? ഇല്ല. കുടിക്കണം. അതാണ് ഖുർആൻ ഓതിയത് കൊണ്ട് അതിന്റെ പ്രത്യേകമായ മഹത്വം ഒരാൾക്ക് ലഭിക്കില്ല. ഓതിയത് കൊണ്ട് ലഭിക്കില്ല. എങ്ങനെ ഓതണം അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മരുന്ന് ടേബിളിൽ വെച്ചാൽ ശിഫ ലഭിക്കാത്തതുപോലെ മുസ്ഹഫ്, നമ്മുടെ വീടിന്റെ ഷോക്കേസുകളിൽ മനോഹരമായ മുസ്ഹഫുകൾ ഉംറക്ക് പോയി ഹജ്ജിന് പോയി കൊണ്ടുവന്ന് വെച്ചാൽ അതുകൊണ്ടൊരു നേട്ടമില്ല. ഹാഫിലിങ്ങൾ പഠിച്ച് മനസ്സിലിരുത്തി 30 ജുസും മനപ്പാഠമാക്കി മനസ്സിലിരുത്തി വെച്ചാൽ ഏതുപോലെയായി? ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറുടെ മരുന്ന് വാങ്ങി വീട്ടിന്റെ ടീപ്പോയിൽ വെച്ചതുപോലെ. ഇനി വായിക്കുന്നുണ്ട്, ഓതുന്നുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥം എന്തെന്നറിയില്ല, അത് എങ്ങനെ ഓതണമെന്നറിയില്ല, തജ്വീദിന്റെ നിയമം അറിയില്ല. അവൻ എങ്ങനെയാണ് ആ ലിസ്റ്റ് ഇങ്ങനെ വായിക്കാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് പാരസിറ്റമോൾ, പെനഡോൾ ഇങ്ങനെ വായിക്കുന്നത് പോലെയാണ്. രോഗം മാറൂല. പക്ഷെ രോഗം എങ്ങനെയാ രോഗം മാറാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا. അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഏകാന്തനായിരിക്കുമ്പോഴാണ് അല്ലാഹു തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞേക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ, അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഓതണമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മാ അന ബിഖാരീൻ, എനിക്ക് ഓതാൻ അറിയില്ല. അണച്ചു ചേർത്ത് വേദന സഹിച്ച് പേടിച്ച് വിറച്ചുകൊണ്ട് തന്റെ വീട്ടിലെ കടന്നു വന്നിട്ട് ഖദീജയോട് പറയാണ്, തന്റെ പ്രിയപ്പെട്ട പത്നിയോട് പറയാണ്, ഖദീജ എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടണേ എന്ന് ഖദീജ ബീവിയോട് പറഞ്ഞപ്പോ ഖദീജ ബീവി മുതപ്പിട്ട് മൂടിക്കൊടുത്തു. അപ്പോഴാണ് അല്ലാഹു തആല ഒരു ആകുന്നത്, അയ്യുഹൽ മുസമ്മിൽ, ഓ മൂടി പുതച്ചുറങ്ങുന്ന മനുഷ്യ, ഓ മൂടി പുതച്ചുറങ്ങുന്ന നബിയേ, ഉറങ്ങാനല്ല സമയം, രാത്രി ഒന്നെണീറ്റിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം. നബി തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധമായിരുന്നു. നബി തങ്ങൾ 9 കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഇങ്ങനെ ആഘോഷിക്കാറുണ്ട്. അത് ദീനിന്റെ ഭാഗമാണ്. ഏതുപോലെ തഹജ്ജുദ് നബി തങ്ങൾക്ക് നിർബന്ധമായിരുന്നു, നമ്മൾക്ക് നിർബന്ധമില്ല. നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കാതെ ഉറങ്ങിയാൽ കുറ്റം കിട്ടൂല, നിസ്കരിച്ചാൽ കൂലി കിട്ടുന്നുള്ളൂ. നിസ്കരിക്കാതെ ഉറങ്ങിയാൽ കുറ്റം കിട്ടൂല. നബി തങ്ങൾക്ക് അങ്ങനെയല്ല, തഹജ്ജുദ് നിർബന്ധമായിരുന്നു. രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കണം നബിയെ. നിസ്ഫഹു അവ യൻഖുസ് മിൻഹു ഖലീല,
രാത്രി നമ്മളൊക്കെ എണീറ്റ് ബാങ്കിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് എണീക്കുന്നത് പോലെയല്ല അല്ലാഹുവിന്റെ ഹബീബിനോട് നിസ്കരിക്കാൻ പറഞ്ഞത്, നബിയോട് പറഞ്ഞത് നിസ്ഫഹു, രാത്രി നേരെ പകുതിയാക്കി പകുതി ഭാഗം തഹജ്ജുദിന് വേണ്ടി ചെലവഴിക്കണമെന്ന് അല്ലാഹു പറഞ്ഞു. അല്ലെങ്കിൽ അല്പം കുറച്ചോ കുഴപ്പമില്ല, ഒരു 6 മണിക്കൂറാണെങ്കിൽ 1 മണിക്കൂറൊക്കെ കുഴപ്പമില്ല, കുഴപ്പമില്ല, ഒരു 5 മണിക്കൂറൊക്കെ തഹജ്ജുദ് നിസ്കരിക്കാം. നബിയേ, അല്ലെങ്കിൽ രാത്രിയുടെ പകുതിയെക്കാളും കൂടുതൽ നിസ്കരിക്കണേ നബിയെ, കുറച്ചല്ല, രാത്രിയുടെ പകുതിയെക്കാളും കൂടുതൽ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് അല്ലാഹു കൽപ്പന നൽകിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, വറത്തിലിൽ ഖുർആന തർതീല, ഖുർആൻ ഓതുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഓതേണ്ടത്. ഖുർആൻ എങ്ങനെ ഓതേണ്ടത്? യാസീനുൽ ഖുർആനിൽ ഹകീമിൻ മിനൽ മുർസലീൻ എന്ന പോക്കാണ്. നല്ല സിയാറത്തിനൊക്കെ പോയാ പഠിച്ചോ ഇതെപ്പോ തീരാ, ഇതൊന്നും എങ്ങനെ തുർജഊൻ ലകച്ച പും പോക്ക് അല്ലേ, 140 വട്ടം 140 സ്പീഡിലൊക്കെ പോവാ. കേൾക്കണം ഹദീസ്, കേൾക്കണം നമ്മൾ. റുബ്ബതാലിൽ ഖുർആനി വൽ ഖുർആനു യൽഅനു, എത്രയെത്ര ഖുർആൻ ഓതുകാരാണ്, എത്ര ആളുകളാണ് ഖുർആൻ ഓതുന്നത്, പക്ഷേ ഇലൈഹി തുർജഊൻ എന്ന് ഓതി നിർത്തി മുസ്ഹഫ് പൂട്ടി വെക്കുമ്പോഴേക്കും ഖുർആൻ അയാളെ ശപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അസറുകളിൽ കാണാൻ പറ്റും. ഖുർആൻ ഓതിയത് എന്തിന്? കൂലി കിട്ടാൻ. ഖുർആൻ ഓതിയിട്ട് മുസ്ഹഫ് പൂട്ടി വെക്കുമ്പോ ഖുർആൻ അയാളെ ശപിക്കാൻ, അല്ലാഹു നിന്നെ ശപിക്കട്ടെ, ലഅനകല്ലാഹ്, അല്ലാഹു നിന്നെ ശപിക്കട്ടെ ഖുർആൻ പറയാണ്. എത്രയെത്ര ഖുർആൻ ഓതുകാരാണ്. എങ്ങനെയാണ് ഖുർആൻ ഓതേണ്ടതെന്ന് പഠിക്കാനാണ് ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് ഞാൻ ഇട്ടു തരുന്നത്. ഖുർആൻ ക്ലാസുകളുടെ പ്രസക്തി എന്ത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ, നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ് പ്രൗഢമായി മാസത്തിൽ ഒരു തവണ തുടരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ താല്പര്യം പോലെ ചിലപ്പോൾ ഒരു മാസത്തിൽ ഒരു തവണ, അല്ലെങ്കിൽ വർഷത്തിൽ ഇതേപോലെ അടുത്ത വർഷം ഒരു വാർഷികമായി തുടരാൻ എല്ലാവർക്കും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ, സജീവമായി പങ്കെടുക്കുമെങ്കിൽ വളരെ വിശാലമായ ഒരു ഓഡിറ്റോറിയത്തിൽ ഓൺലൈൻ സജ്ജീകരണങ്ങളൊക്കെ നൽകി എല്ലാ മാസത്തിലും ഒരു സൂറത്ത് ബേസാക്കി തുടങ്ങണം എന്നുള്ള ആഗ്രഹം ഇമാമക്കുണ്ട്. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ. പക്ഷേ നല്ല ആവേശത്തോടെ ഏറ്റെടുത്തിട്ട് 2 മാസം 3 മാസമൊക്കെ കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ ആളിങ്ങനെ കുറഞ്ഞു പോകാൻ പാടില്ല, അത് നടക്കാൻ പാടില്ല. നിങ്ങളുടെ താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കും ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഖുർആൻ ക്ലാസുകളുടെ പ്രസക്തി എന്ത് അത് നമ്മൾ മനസ്സിലാക്കണം. എത്ര ഖുർആൻ ഓതുകാരാണ്, എത്ര ആളുകളാണ് ഖുർആൻ ഓതുന്നത്. വൽ ഖുർആനു യൽഅനു, പക്ഷേ അയാളെ ഖുർആൻ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഖുർആൻ അയാളെ ശാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മഹാന്മാരായ ആളുകൾ, പണ്ഡിതന്മാർ അസറുകളിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ചില അസറുകളിൽ കാണാം. ഇത് ഏത് ഓത്തുകാരാ? നമ്മളെ പോലുള്ള ഓത്തുകാർ. ഇങ്ങനെ യാസീനോദാണ്, യാസീനുൽ ഖുർആനിൽ ഹകീമിൻ മിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം. ഖുർആൻ ഓതി തുർജഊൻ എത്തിയപ്പോൾ ഖുർആൻ നീ നശിച്ചു പോട്ടെ, അല്ലാഹു കാക്കട്ടെ. ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ട ഓത്താണ് പല ആളുകളും. ഖുർആൻ ഓതി മുസ്ഹഫ് പൂട്ടിയിട്ട് അസ്തഗ്ഫിറുല്ലാഹ് നീ പുറത്തു തരണേ എന്ന രീതിയിൽ പ്രാർത്ഥിക്കേണ്ട ഓത്തുകളാണ് നമ്മുടെ പല ആളുകളുടെയും ഓത്ത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. യാസീനോദാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാസീൻ ഇങ്ങനെ ഓതേണ്ടതിന് പകരം ഒരാൾ ഓതാണ് യാസീൻ. ഓത്ത് തെറ്റാണ്. അവിടെ യാ എന്ന് 5 6 ഹറക്കത്തിന്റെ നീട്ടാൻ പാടില്ല, 2 ഹറക്കത്ത്. യാസീൻ യാസീൻ അത് പറ്റൂല, സ്റ്റൈലാക്കിയിട്ട് ഓതൽ അവിടെ നടക്കൂല. തജ്വീദ് പഠിക്കണം. ഖുർആൻ ഫാത്തിഹ ഓതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദു എന്ന് ചൊല്ലേണ്ട സ്ഥലത്ത് അൽഹംദു എന്ന് പറഞ്ഞാൽ നിസ്കാരം സ്വഹീഹല്ല, ഫാത്തിഹ ശരിയല്ല. അർറഹ്മാനിർ റഹീം. റഹീം റ എന്ന് പറയേണ്ടിട്ട് റോ എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അർറഹ്മാനിർ റഹീം. ചില ആളുകൾ അങ്ങനെ ഓതാ, നമ്മളൊക്കെ അങ്ങനെ ഓതാ അർറഹ്മാനിർ റഹീം. അതിപ്പോ റോ എന്നാണ് വരിക. റഹ്മാൻ റഹീം എന്ന് അതല്ല, തെറ്റാണ്. അർറഹ്മാനിർ റഹീം, അർറഹ്മാനിർ റഹീം. ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ വസ്വാസ് ഉണ്ടാക്കാനല്ല ഞാൻ പറയുന്നത്. പഠിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്, പറയൽ എന്റെ കടമയാണ്. ഇത് പറയാതെ പോകാൻ പറ്റൂലല്ലോ, ഇത് പഠിക്കാതെ രക്ഷപ്പെടാനും പറ്റൂല. എന്തേ പഠിക്കാത്തത്?
ഞാൻ ചോദിക്കട്ടെ, എന്തേ തജ്വീദിന്റെ നിയമം പഠിക്കാത്തത്? സിനിമ കാണാനും സീരിയൽ കാണാനും പാട്ട് കാണാനും കളികൾ കാണാനും സംഘടിപ്പിക്കാനും സമയം ലഭിച്ച നമ്മൾക്ക് എന്തേ പരിശുദ്ധ ഖുർആനിന്റെ തജ്വീദ് പഠിക്കാൻ സമയം ലഭിക്കാത്തത്? അള്ളാഹുവിന്റെ കോടതിയിൽ ഇതിന് സമാധാനം പറയാൻ പറ്റുമോ ഇല്ലേ എന്ന് സ്വന്തമായിട്ടൊന്ന് ആലോചിക്കണം. പറയാൻ പറ്റോ? സമയം കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റോ? വയസ്സന്മാരെ, നിങ്ങളുടെ സമയമൊന്നും കഴിഞ്ഞിട്ടില്ല. ഒന്ന് മദീനയിൽ പോവുക, ഉംറക്ക് പോയാൽ മദീനയിൽ ചെന്നാൽ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് മദീന പള്ളിയിൽ മസ്ജിദുൻ നബവിയുടെ സഫുകളിലൂടെ ഒന്നിങ്ങനെ നടന്നു നോക്കുക. വലിയ 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 താടി നരച്ച മുടി, നരച്ച മുഖം, ചുഞ്ഞ കൈകളിൽ ഒന്നുവടിയുമായി നടക്കുന്ന ആളുകൾ അവിടെ നിന്ന് ഖുർആൻ പഠിക്കുന്ന രംഗങ്ങൾ കാണാൻ പറ്റും മസ്ജിദുൻ നബവിയിൽ. നമ്മുടെ നാട്ടിൽ 20 വയസ്സ് കഴിഞ്ഞ പിന്നെ പഠിച്ചു കഴിഞ്ഞ് പിന്നെ പഠനമില്ല, പിന്നെ പ്രവാസ ലോകം, പിന്നെ ഗൾഫാണ്, പിന്നെ അങ്ങനെ പൈസ ഉണ്ടാക്കാന്നുള്ള ചിന്ത. അള്ളാന്റെ മുമ്പിൽ ഇത് എക്സ്ക്യൂസ് പറയാൻ പറ്റൂല. മുഅ്മിനീങ്ങളെ, പഠിക്കാനുള്ള സൗകര്യം നമ്മുടെ മുന്നിലുണ്ട്, പഠിക്കാനുള്ള അവസരം നമ്മുടെ മുന്നിലുണ്ട്. നഷ്ടപ്പെടുത്തിയത് നമ്മുടെ നഷ്ടമാണ്. അള്ളാഹു ചോദ്യം ചെയ്യും. തജ്വീദിന്റെ നിയമപ്രകാരമാണ് ഖുർആൻ വേണ്ടത്. അത് പഠിക്കാനാണ് നമ്മുടെ തഫ്സീർ ക്ലാസുകൾ, ഖുർആൻ ക്ലാസുകൾ അതിനു വേണ്ടിയാണ്. ഇനി പോട്ടെ, ഇനി ഖുർആനിന്റെ ക്ലാസുകളിലേക്ക് വന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഒന്ന് യൂട്യൂബിൽ ചെന്നാൽ ഇഷ്ടം പോലെ ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസുകളില്ലേ, തജ്വീദ് പഠിപ്പിക്കുന്ന ക്ലാസുകളില്ലേ? ഖുർആനിന്റെ ഏത് സൂറത്താണോ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ആ സൂറത്ത് പഠിക്കാനുള്ള സംവിധാനങ്ങൾ നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടാകുമ്പോ നാളെ മഹ്ശറ വൻസഭയിൽ അല്ലാഹു ചോദിക്കുമ്പോ എന്ത് മറുപടിയാണ് നമ്മളൊക്കെ പറയുക? സഹോദര സഹോദരിമാരെ, എന്ത് മറുപടിയാ പറയാ? ചെറുപ്പക്കാരാ, അതുകൊണ്ട് പഠിക്കാൻ കഴിഞ്ഞില്ല, ഞങ്ങൾ കോളേജിൽ പോയില്ലല്ലോ, ഞങ്ങൾ ദർസിലേക്ക് ചേർന്നില്ലല്ലോ, ഞങ്ങൾ മദ്രസയിലേക്ക് പോയില്ലല്ലോ, അത് പറയരുത്. അത് പറയാനുള്ള അവകാശം നമ്മൾക്കില്ല. പഠിക്കാനാണ് ഈ സദസ്സുകൾ ഒരുമിച്ച് കൂടുന്നത്. ഇതുപോലെ ഖുർആൻ ക്ലാസുകൾ ഒരുമിച്ച് കൂടുന്നത് പഠിക്കാനാണ്. എത്ര 4-5 പെണ്ണുങ്ങളല്ലാതെ എവിടെ ചെറുപ്പക്കാരന്റെ നമ്മുടെ വാലിന്റെ സദസ്സിലേക്ക് വളരെ താല്പര്യത്തോടെ കടന്നു വരാത്തത്? ഈ ലോകം അസ്തമിക്കാനുള്ളതാണ്, ഈ ലോകം നശിക്കാനുള്ളതാണ്. അല്ലാഹു തആല നാളെ മഹ്ശറ വൻസഭയിൽ ചോദിക്കുമ്പോ സമാധാനം പറയാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ, നിങ്ങളിലേക്ക് ഞാൻ മുട്ടുതരാണ്. അല്ലാഹു നമ്മെ കാക്കുമാറാവട്ടെ. അപ്പൊ ഖുർആൻ ഓതേണ്ടത് വറത്തിലിൽ ഖുർആന തർതീല. ഖുർആൻ വളരെ മനോഹരമായി തജ്വീദിന്റെ നിയമപ്രകാരമാണ് ഓതേണ്ടതെന്ന് വളരെ വ്യക്തമായി ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്, വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഒരുപക്ഷേ നല്ല മാധുര്യത്തോടെ നല്ല ശബ്ദത്തോടെ ഓതാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലും അതിന്റെ തജ്വീദിന്റെ നിയമപ്രകാരം ഓതാൻ എല്ലാവർക്കും കഴിയൂലേ? അതിൽ ചില മദ്ദുകളുണ്ട്, ചില സ്ഥലത്ത് നിർത്തേണ്ടതുണ്ട്, ചില സ്ഥലത്ത് നീട്ടേണ്ടതുണ്ട്, ചില സ്ഥലത്ത് മണിക്കേണ്ടതുണ്ട്, ചില സ്ഥലത്ത് മണിക്കാതെ ഓതേണ്ടതുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയൂല, പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതുമ്പോൾ നിർബന്ധമായി നിർത്തേണ്ട ഒരു സ്ഥലമുണ്ട്. നിങ്ങൾ നിർത്താറുണ്ടോ? നിർബന്ധമായിട്ട് നിർത്തണം. നിങ്ങൾ ആരെങ്കിലും നിർത്താറുണ്ടോ? നിർബന്ധമാണ്. വഖഫ് ലാസിം, നിർബന്ധമായിട്ടും വഖഫ് ചെയ്യേണ്ട സ്ഥലം. നമ്മൾക്ക് അറിഞ്ഞിട്ടേ ഇല്ലല്ലോ ഉസ്താദ്, എന്തേ പഠിക്കാത്ത? ചോദ്യതാണ്, എന്തേ പഠിക്കാത്ത? എവിടെയാണത്? وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم. അവിടെ നിർത്തണം, അവിടെ വഖഫ് നിർബന്ധമാണ്, നിർത്താതെ ഓതാൻ പാടില്ല. എത്ര ആളുകൾ ഇത് ഓതുന്നുണ്ട്? സിയാറത്ത് കഴിഞ്ഞിട്ട് വന്നവരല്ലേ, യാസീൻ ഓതി വന്നവരല്ലേ, എത്ര ആളുകൾ ശ്രദ്ധിച്ചിട്ട്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ളത് കൊടുക്കുമ്പോഴാണ് അല്ലാഹു പൂർണ്ണമായ പ്രതിഫലം തരാ. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് പരിശുദ്ധമായ സൂറത്തു യാസീൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ മഹാനായ നമ്മുടെ സയ്യിദ് നേതൃത്വത്തിൽ ഒരു കൂട്ടുപ്രാർത്ഥന ഈ പരിപാടി കഴിഞ്ഞ ഉടനെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ പാടുള്ളൂ. നേരത്തെ തുടങ്ങിയത് എന്തിനാ? നേരത്തെ നിർത്താനാണ്. കാസർഗോഡ് ജില്ലയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 10 മണിയാവാതെ ഒരു സ്ഥലത്തും വാഴ തുടങ്ങാറില്ല. പക്ഷെ ഇന്ന് ശക്തമായ ഡിമാൻഡ് വെച്ചത് 10 മണിക്ക് പരിപാടി അവസാനിപ്പിക്കണമെന്നാണ്. ഇൻഷാ അല്ലാഹ് ഒരു 10-10:30 ആകുമ്പോഴെങ്കിലും ഈ പരിപാടി അവസാനിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഫലാ യഹ്സൂക ഖൗലുഹും, അവിടെ നിർത്തണം സഹോദര, നിർബന്ധമാണത്. ഫലാ യഹ്സൂക ഖൗലുഹും ഇന്ന
ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അത് നിർത്താതെ ഓതൽ തെറ്റാണ്. അതുപോലെ ഫലാ യഹ്സുക ഖൗലുഹും ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ. അങ്ങനെ നിർത്താതെ ഓതൽ തെറ്റാണ്. വലിയ അർത്ഥവ്യത്യാസം വരുന്നുണ്ട് അവിടെ, വലിയ അർത്ഥവ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ വഖഫ് ചെയ്യൽ നിർബന്ധമായിരിക്കും, ചില സ്ഥലങ്ങളിൽ നീട്ടൽ നിർബന്ധമാണ്, ചില സമയത്ത് നീട്ടാതെ ഓതൽ നിർബന്ധമാണ്. ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തജ്വീദിന്റെ നിയമം വറത്തിലിൽ ഖുർആന തർതീല, വളരെ ഭംഗിയായി മനോഹരമായി ചെറുപ്പക്കാരാ ഖുർആൻ ഓതണം. ഖുർആൻ ഓതിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കിയോ എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ചിട്ട് ഈ കാസർഗോഡിന്റെ സാഹചര്യങ്ങൾ പ്രത്യേകമായി സ്പർദ്ധയുണ്ടാക്കി മതങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ലഹളകൾക്ക് തിരികൊളുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, ഏത് സമയത്തും കൊലപാതകങ്ങൾ നടക്കാനുള്ള സാഹചര്യം, ഒന്ന് ധൈര്യമായി പുറത്തിറങ്ങാൻ പോലും നടക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നമ്മുടെ ശരീരം അല്ലാഹു സംരക്ഷിക്കാൻ മറ്റുള്ള ആളുകളുടെ കൊലപാതകം നടത്തുന്ന ക്രിമിനലുകളായ ആളുകളുടെ ഫാസിസ്റ്റ് ദുർഭൂതങ്ങളുടെ ആ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അല്ലാഹു പരിഹാരം പറഞ്ഞതെന്താ? വഇദാ ഖറഅതൽ ഖുർആന ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ഹിജാബൻ മസ്തൂറാ. നിങ്ങൾ ഖുർആൻ ഓതണേ. വഇദാ ഖറഅതൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണേ, നന്നായി ഖുർആൻ ഓതണം. ഏത് ഓത്താണത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അതല്ല മുഅ്മിൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നമ്മൾ ഓതലെങ്ങനെ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. സ്പീഡ് ഓതുമ്പോൾ തെറ്റുപറ്റിയ പ്രശ്നമാണ്. സ്പീഡ് ഓതിയത് കൊണ്ടൊന്നും കുറ്റം മുട്ടൂല. സ്പീഡ് തജ്വീദിന്റെ നിയമപ്രകാരം ഓതി അതിനും കൂലിയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഓതേണ്ടത് എങ്ങനെ ഓതിയാലാണ് ഇതൊക്കെ നമ്മൾക്ക് ലഭിക്കുക? ഇതെന്താ ഓഫർ? എന്താ? നിങ്ങൾ ഖുർആൻ ഓതിയാൽ നിങ്ങളെ തൊടാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഖുർആനിന്റെ താക്കീതാണ്, ഖുർആനിന്റെ മുന്നറിയിപ്പ്, സന്തോഷ വാർത്തയാണ്. وإذا قرأت القرآن جعلنا بينك وبين الذين لا يؤمنون بالآخرة حجابا مستورا. നിങ്ങൾ ഖുർആൻ ഓതിയാൽ, പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്താൽ, നിങ്ങളുടെയും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാത്ത ആളുകളുടെയും ഇടയിൽ ഞാനൊരു മറയിട്ട് തരാം, ഒരു ഹിഡൻ സ്ക്രീൻ. ഹിജാബൻ മസ്തൂറ എന്ന് പറഞ്ഞാൽ ഹിഡൻ സ്ക്രീൻ, നിങ്ങൾക്ക് കാണൂല. അങ്ങനെ ഒരു നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ഒരാൾ വരാൻ, പക്ഷേ ആക്രമിക്കുന്ന നിന്നെ കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു മറ അല്ലാഹു നൽകും. അല്ലാഹു നൽകട്ടെ, അല്ലാഹു നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്തിരിക്കുമ്പോഴല്ലേ അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ കടന്നു വരുന്നത് ശക്തമായ മൂർച്ചയുള്ള പാറക്കല്ലുമായി അല്ലാഹുവിന്റെ ഹബീബിനെ വധിക്കാൻ വേണ്ടി കടന്നു വരുന്നത്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയെ കാര്യം പ്രശ്നമാണ്, പെണ്ണ് അല്പം ചൂട്ടിലാണ്, ദേശത്തിലാണ്, അതുകൊണ്ട് കാര്യം കഷ്ടമാണ്, നബിയെ രക്ഷപ്പെടല്ലേ, നബിയെ പ്രശ്നമാവല്ലോ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ മറുപടി ഉണ്ട്, സിദ്ദീഖ് ആ പെണ്ണെന്നെ കാണൂല, ആ പെണ്ണെന്നെ കാണൂല. ഉമ്മു ജമീൽ എന്ന് പറയുന്ന അബൂലഹബിന്റെ ഭാര്യ തന്റെ കയ്യിൽ മൂർച്ചയുള്ള പാറക്കലുമായി നബി തങ്ങളെ വധിക്കാൻ വേണ്ടി കടന്നു വന്നതാണ്. സിദ്ദീഖ് തങ്ങൾ ഇരിക്കുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് സിദ്ദീഖ് തങ്ങളോട് ചോദിക്കുകയാണ്, ഐന സാഹിബുക്, എവിടെ നിന്റെ ചങ്ങാതി, എവിടെ നിന്റെ കൂട്ടുകാരൻ, എവിടെ നിന്റെ മുഹമ്മദ്? സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, എന്തേ? എന്റെ ചങ്ങാതി എന്നെ ആക്ഷേപിച്ചുവല്ലോ, എന്റെ ഭർത്താവിനെ ആക്ഷേപിച്ചുവല്ലോ. എന്റെ ചങ്ങാതിയോ? എന്റെ ചങ്ങാതി അങ്ങനെ ആളുകൾ ആക്ഷേപിക്കില്ലല്ലോ. അല്ലല്ലോ, ആക്ഷേപിച്ചിട്ടുണ്ടല്ലോ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അതെന്റെ ചങ്ങാതി ആക്ഷേപിച്ചതല്ല, അത് അല്ലാഹു ആക്ഷേപിച്ചതാണ്. എന്റെ ചങ്ങാതി അങ്ങനെ ആക്ഷേപിക്കൂല, അല്ലാഹു ആക്ഷേപിച്ചതാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബും അബൂലഹബിന്റെ ഭാര്യയും നശിച്ചിരിക്കുകയാണ്. സയസ്ലാ നാറാ ദാത ലഹബ്. ആളിക്കത്തുന്ന തീയിൽ, ആളിക്കത്തുന്ന നരകത്തിൽ രണ്ടുപേരും പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല ഖുർആനിൽ ആയത്തിറക്കിയപ്പോഴാണ് ആ മക്ക എന്ന് പറയുന്ന പട്ടണത്തിൽ, മക്ക എന്ന് പറയുന്ന ഗ്രാമത്തിൽ അഭിമാന പ്രശ്നമുണ്ടായി. ഹബീബിനെ വധിക്കാൻ വേണ്ടി കടന്നു വന്നപ്പോഴാണ് ജഅൽനാ ബൈനക വബൈനല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി ഹിജാബൻ മസ്തൂറാ. അല്ലാഹു ഒരു മറയിട്ട് കൊടുക്കുന്നത്. സിദ്ദീഖ് തങ്ങളെ കാണുന്നുണ്ട്, തൊട്ടടുത്തുള്ള നബി തങ്ങളെ കാണുന്നില്ല.
സിദ്ദീഖ് തങ്ങളെ കാണുന്നുണ്ട്. കാരണം സിദ്ദീഖ് തങ്ങളെ വധിക്കാനല്ല വന്നത്. നബി തങ്ങളെ കാണുന്നില്ല. എന്തേ? ഹിജാബൻ മസ്തൂറ, അല്ലാഹു ഒരു മറയിട്ട് കൊടുക്കുകയാണ്.